ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് ഇപ്പോൾ അറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ടൂ ഓഫ് പെന്റക്കിളാണ്, Queen of Wands, Ten of Pentacles, Eight of Cups, Death card, Eight of Swords, World card, Knight of Pentacles, Ten of Wands, Nine of Wands, Two of Swords, Empress, Seven of Swords, Devil card, Four of Pentacles, Magician വന്നിട്ടുണ്ട്. Flow with rhythm, abundance, protection, respect, charity, ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ, എന്തോ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്കത് ക്ലാരിറ്റി ഇല്ല. ഇന്ന ദിവസം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. എന്താണത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ നിങ്ങൾ ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങളത് ശരിക്കും ആ കാര്യം നടക്കണം എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇതിന് സത്യാവസ്ഥ അറിയണം, അല്ലെങ്കിൽ ഇതിലൊരു ക്ലിനിക്ക് ക്ലിയർ ആകണം ഈ കാര്യം, അതെന്തോ ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ കുറച്ചധികം ഇന്ന് നിങ്ങൾക്ക് ശരിക്കും ഒരു ജോലി ഭാരം ശരിക്കും കൂടുതലായിരിക്കും. ഇപ്പം ഈവൻ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും ശരിക്കും നല്ല പണിയെടുക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന് കേട്ടോ. പിന്നെ ചില ആൾക്കാർ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കും. പലപ്പോഴും ചിലപ്പോൾ നിങ്ങളെ വലിയ മൂല്യമൊന്നും തരാതിരുന്ന ആൾക്കാരാണെങ്കിൽ അവർ പലരും നിങ്ങളെ ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ ശരിക്കും ഒരു അപ്രീസിയേഷൻ കിട്ടും എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡ് പോലും, നിങ്ങൾക്ക് സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പോലും അത് വളരെ നല്ലതായി അങ്ങനെ ചെയ്തത് എന്നൊക്കെ നിങ്ങൾ ഇന്ന് കുറച്ച് നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട തരത്തിൽ മറ്റുള്ളവർ നിങ്ങളെ കാണും, ബഹുമാനിക്കും എന്ന് കാണുന്നുണ്ട്. ടെൻ ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ സ്ട്രഗിളിങ്ങിലാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ചെറിയൊരു ആശ്വാസമെങ്കിലും ഇന്ന ദിവസം ഉണ്ടാവും കേട്ടോ. ടെൻ ഓഫ് പെന്റക്കിൾ വന്നതുകൊണ്ട് പറഞ്ഞതാണ്, ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനെന്തൊക്കെയോ ഒരു വഴികൾ, നിങ്ങളുടെ കയ്യിൽ തന്നെ കാശ് കിട്ടും എന്ന് കാണുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എൻ്റെ ആയി നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ചില ബിസിനസ് ഒന്ന് മാറ്റി അവർ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിരുന്നു, അത് നഷ്ടത്തിലാണെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് വേറൊരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ആലോചനയിലായിരിക്കും. സെയിം ഷോപ്പിൽ തന്നെ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈവൻ ചിലപ്പോൾ പഠിക്കാൻ പോണവർ പോലും ചില കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനി കണ്ടിന്യൂ ചെയ്യണ്ട, ഇത് വേറൊന്ന് ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ജോലി സാധ്യതയുള്ള എന്തോ ഒരു കോഴ്സ് കണ്ടിട്ട് ചിലപ്പോൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം.
പിന്നെ ചില ആൾക്കാർ അങ്ങ് സ്റ്റക്കായി പോയ ആൾക്കാരുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വിചാരിച്ച് സ്റ്റക്കായി. 8 of Swordsഉം 8 of Cups വന്നിട്ടുണ്ട്. അപ്പം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുവിധം ഒരു നല്ല ഒരു ലെവലിലായിട്ട് വീണ്ടും ആ ആയടത്തു നിന്ന് വീണ്ടും താഴോട്ട് എത്തിയ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്. പക്ഷെ അവർക്ക് വീണ്ടും ഒരു ഫുൾഫിൽമെന്റിലോട്ട് വരുന്നുണ്ട്. അവർ ആ സ്ട്രഗിളിനെ, അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനുള്ള ഫലമൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ആ ഒരു വിജയം എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ വീണ്ടും താഴെ പോയെങ്കിൽ അത് നിങ്ങളെ വീണ്ടും പ്രപഞ്ചം പരീക്ഷിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ അത്രയും ഉയരം നിന്നിട്ട് വീണ്ടും ആ ഒരു വീഴ്ച വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്ന് ദൈവം നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ഒന്ന് പരീക്ഷിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വീണ്ടും ആ ഒരു സീറോയിലെത്തിയ ആൾക്കാരുണ്ട്. പക്ഷെ അവർ വീണ്ടും ഹീറോ ആകാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും, ഇത് പാസ്റ്റിനേക്കാളും എനിക്ക് നല്ലൊരു സ്ഥാനത്താണല്ലോ ഞാൻ എത്താൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്വയം വേറെ ആരും തന്നെ സഹായമില്ലാതെ അല്ലെങ്കിൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നു എന്ന് തന്നെ പറയാം. അതാണ് വേൾഡ് കാർഡ് വരുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പം ആരും സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് നിങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ്. പലർക്കും അങ്ങനെ ഒരു ഇതുണ്ട്, ഒറ്റയ്ക്ക് പൊരുതി നേടി ഒരു വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. പിന്നെ ആരോ നിങ്ങളോട് വലിയ പ്രണയവുമായിട്ട് ശരിക്കും ഒരു പ്രണയം പറഞ്ഞ നാരകൾ നിങ്ങളിലേക്ക് വരും എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാർ ആ ഒരു പ്രലോഭനത്തിൽ വീഴാൻ അത് ആലോചിച്ചിട്ട് ചെയ്യണം കേട്ടോ. ചില ആൾക്കാർ ചില കാര്യത്തിൽ പ്രലോഭനത്തിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്, ടെംപ്ടേഷനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലൊരു ടെംപ്ടേഷൻ ഇന്ന് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. അപ്പം പ്രലോഭനത്തിൽ വീഴരുത് എന്നാണ്. എംപ്രസ്സാണ്. അപ്പോൾ എംപ്രസും ക്യൂൻ ഓഫ് വാൺസും ഒക്കെ വന്നിട്ട് നിങ്ങളെ ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ട് മറ്റുള്ളവർ എന്തായാലും നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. മറ്റുള്ളവരിൽ നിന്നും എന്തായാലും ഒരു റെസ്പെക്റ്റ് ഇന്ന് നിങ്ങൾക്ക് ദിവസം കിട്ടും. അത് അങ്ങനെ കാണുന്നുണ്ട്. ചില ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന എന്തോ ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ചിലപ്പോൾ അത് റിസൾട്ട് ആയിരിക്കും. എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് നിങ്ങൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. ചില ആൾക്കാർക്ക് അതൊരു പ്രഗ്നൻസി റിസൾട്ടാണ് കേട്ടോ. പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് 9 of Wands വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് ആണെന്ന് കിട്ടുന്നത്. കാരണം എംപ്രസ് വന്നിട്ടുണ്ട്, അതൊരു പ്രഗ്നന്റ് ലേഡിയാണ്. വേൾഡ് കാർഡ് ഈ പ്രഗ്നൻസിയെ കുറിക്കുന്ന ഒരു കാർഡാണ്. 9 of Wands നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഇന്നേ ദിവസം കിട്ടും. അപ്പം അങ്ങനെ ഹാപ്പി ആകുന്ന കുറച്ചത് ആൾക്കാരുണ്ട്. കാരണം 10 of Wands എന്ന് പറയുമ്പോൾ ഈ ഒരു കുറേ സ്ട്രഗിളിലൂടെ കടന്നുപോയി ഒരു എൻഡിങ് ആകുന്നു, വളരെ സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ വളരെ അസൂയയോടെ നോക്കും കേട്ടോ. ഇന്ന് വളരെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇന്ന് പോകുന്നുണ്ടായിരിക്കും, വളരെ നന്നായിട്ട് ഒരുങ്ങി ഒക്കെ മറ്റുള്ളവരുടെ ആ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നേ ദിവസം ഉണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഒരു മറ്റുള്ളവരുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസമാണെന്ന് അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ചാരിറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാരിറ്റി ചെയ്യണം എന്നാണ്. എന്തെങ്കിലും മറ്റുള്ളവരാരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ അർഹിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. റെസ്പെക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കേണ്ട ആൾക്കാരെ നിങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനം കൊടുക്കണം എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പരിശ്രമിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് വിട്ടുകളയരുത്,
വീണ്ടും 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 പരിശ്രമിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അത് നടത്തി തരും. ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ചിലപ്പോൾ ചില ആൾക്കാർ വീണ്ടും വീണ്ടും തോറ്റു പോകുമ്പം നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്രയും വീണ്ടും വീണ്ടും തോൽവികൾ മാത്രം കിട്ടുന്നത്, അപ്പോൾ സ്ട്രഗിൾ ചെയ്തുണ്ടാക്കിയതൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, അത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതൊരു ശരിക്കും അതൊരു പരീക്ഷണം മാത്രമാണ്. അത് വീണ്ടും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ അത് വരും, നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അബണ്ടൻസ് ആണ്. 10 ഓഫ് പെന്റക്കിളും അബണ്ടൻസും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ സന്തോഷിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. പൈസ കിട്ടും. പിന്നെ നിങ്ങൾ ആ ഒഴുക്കിന് അനുസരിച്ച് പോകാനാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഒഴുക്കിന് എതിരെ തൽക്കാലത്തേക്ക് നീങ്ങണ്ട. അതിനനുസരിച്ച് നമുക്ക് വരുന്നത് പോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് കാണിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ ജീവിതം തൽക്കാലത്തേക്ക്, എപ്പോഴും ഈ ഒരു കാര്യമല്ല, ചില സമയം ഒഴുക്കിനെതിരെ നീണ്ടേണ്ടി വരും. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കൺഫ്യൂസ്ഡ് ആകേണ്ട ഒരു സമയമല്ല. അപ്പോൾ വിട്ടുകൊടുക്കുക, നിങ്ങൾ ഒഴുക്കിനൊത്ത് പോവുക എന്നാണ് ഇന്നേ ദിവസം ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് എനർജി. ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ഒരു ഡബിൾ കാർഡ് വന്നതുകൊണ്ട് പറയുന്നതാണ്. എന്തെങ്കിലും ടെംപ്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിപൂർവ്വം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കണം എന്ന് കാണുന്നുണ്ട്. പിന്നെ ഡെത്താണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് എൻ്റെ ആക്കും. ഒന്നുകിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് വേണ്ടാത്ത ഇമോഷൻസ് ആയിരിക്കും, അത് എൻ്റെ ആക്കും. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഡെത്ത് എന്ന് പറയുമ്പോൾ റീബർത്തും കൂടിയാണ്. പുതിയൊരു സ്റ്റാർട്ട് ഉണ്ടാകും, പുതിയൊരു തുടക്കം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, നിങ്ങളോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡോടെ നിർത്തുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.